പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സോപാൻ ജോഷിയുടെ ലേഖനം, ഏതാണ് ലേഖനം? ഫുട്ബോൾ കെ ദിൽകാ രാജ എന്ന ലേഖനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഫുട്ബോൾ മേം ദോ ടീമേം കേൾത്തി ഹേ, എല്ലാവർക്കും അറിയാം ഫുട്ബോളിൽ 2 ടീമുകളാണ് കളിക്കുന്നതെന്ന്. ഏക്ക് ടീമേം 11 ഖിലാഡി, 11 കളിക്കാർ വീതം ഉണ്ടായിരിക്കും. ടീം കാ നിയന്ത്രണം എന്ന് പറയുന്നത് മാനേജറാണ് ചെയ്യുന്നത്. ഖേൽ സിഖാനെ വാലേക്കോ, പഠിപ്പിക്കുന്ന ആൾക്കാരെ പ്രശിക്ഷകൻ എന്നാണ് വിളിക്കുന്നത്. ഖേൽ ജീത്തിനെ സേ ഖിലാഡി മഹാൻ ബൻതേഹെ, കളി ജയിക്കുമ്പോഴാണ് ഖിലാഡികൾ മഹാനതം ആകുന്നത്. ഐസേ മഹാനതം ഖിലാഡി, അങ്ങനെയുള്ള ഒരു മഹാനായ ഖിലാഡിയുടെ പാഠഭാഗമാണ്. ആ മഹാനായ ഖിലാഡിയുടെ പേരാണ് പെലെ. ഉസ്കാ പൂരാനാം, അദ്ദേഹത്തിൻ്റെ മൊത്തം പേര് എന്ന് പറയുന്നത് എഡ്സൺ അരാൻഡസ് ഡോ നാസിമെൻറ്റോ എന്നാണ്. അദ്ദേഹം ജനിച്ചത് 23 ഒക്ടോബർ 1940. അപ്പോൾ അതിന് 23 अक्टूबर 1940 में जन्म हुआ था. और उनका मृत्यु, അദ്ദേഹത്തിൻ്റെ മരണം 29 दिसंबर 2022 में हुआ था. उस समय ആ സമയത്ത് 82 साल उम्र है, 82 വയസ്സ് അദ്ദേഹത്തിന് പ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത, ഉൻകി ശവയാത്ര 13 കിലോമീറ്റർ ലംബി थी, 13 കിലോമീറ്റർ നീണ്ടു നിവർന്ന യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. और പെലെ അന്താരാഷ്ട്രീയ ഫുട്ബോൾ से रिटायर होने का वर्ष 1974 1974 में हुआ था. और उन्होंने क्लब फुटबॉल से रिटायर होने का वर्ष എന്ന് പറയുന്നത് 28 അഗസ്റ്റ് എന്ത് 1974 में 28 अगस्त 1977 में हुआ था. उस समय उनके और उनके बाद കമാൽ കിലാഡി, വളരെ പ്രശസ്തരായ കളിക്കാർ അദ്ദേഹത്തിനും ആ കാലഘട്ടത്തിൽ അതിനുശേഷം ഉണ്ടായിരുന്നു. അവരെ ആരൊക്കെയാണ്? ആർഫോഡോ ടി ജനീർ, സ്റ്റിഫാനോ, और ഡീഗോ മർഡോണ, ലയണൽ മെസ്സി, ഇവരൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രശസ്തരായിട്ടുള്ള കളിക്കാരെന്ന് പറയുന്നത്. ഇതുകൂടാതെ പിന്നെയും പറഞ്ഞായിരുന്നു കുറേ പേരുകളൊക്കെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. ഹംഗറിയുടെ ഫെറിഞ്ച് പുസ്കാസ്, ജർമ്മനിയുടെ ഫ്രാൻസ് ബെക്കൻബോവർ, और ഇംഗ്ലണ്ടിൻ്റെ യോഹാൻ ക്രൈഫ, ഇവരൊക്കെ പ്രശസ്തരായ കളിക്കാരായിരുന്നു. പെലെനെ 3 വിശ്വകപ്പ് ജീത്തനെ വാലെ പഹലെ കിലാഡി, 3 വിശ്വകപ്പ് ജയിക്കുന്ന ആദ്യ കളിക്കാരനാണ് പെലെ. 1958 1958 में വിശ്വകപ്പ് പ്രതിയോഗിതാമേം പെലെ 6 ഗോളാണ് അദ്ദേഹം ചെയ്തത്. ഉസ് സമയം പെലേക്ക് ആയു എന്ന് പറയുന്നത് 17 വയസ്സായിരുന്നു. 1958 വിശ്വകപ്പ് പ്രതിയോഗിതാമേം സബ്സെ ബഡിയ കിലാഡിയ എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ മിഡ്ഫീൽഡർ ടിഡിധേം. और ഉസി ടീമേയും ആ ടീമിലെ കരാമത്തി കിലാഡികളൊക്കെ ഉണ്ടായിരുന്നു. ചില ആൾക്കാരുടെ പേരുകളൊക്കെ നമ്മൾ പാഠഭാഗത്തിൽ ഹൈറിഞ്ച്, അതിൻ്റെ പ്രത്യേകത എന്താണ്? സബ്സെ ബഡിയ ട്രിബ്ലറായിരുന്നു. 1962 വിശ്വകപ്പ് की दूसरी दफ़ा, വിശ്വകപ്പിൻ്റെ 2ാം പ്രാവശ്യം दूसरी दफ़ा जीत लिया, ജയിച്ചു. और इसके बाद ഇതിന് ശേഷം പെലെക്കോ ചോട്ട് കാക്കെ ബാഹർ ഹോ ഗയും. 1966 1986 വിശ്വകപ്പ് സെയിം പെലെനെ ഇത്തനെ പ്രഹാർ കിയ, ഇത്ര അടി കിട്ടിയ, ഇത്ര കണ്ട് ഷോക്കാണ് ഏറ്റത്. പ്രതിയോഗിതാക്കെ ബാഹർ ഹോ ഗയെ ബ്രസീൽ ഭി, പെലെയും എന്ത് ചെയ്ത് ബാഹർ ഹോ ഗയെ. और ബ്രസീൽ ഭി ഈസ് വിശ്വകപ്പ് പ്രതിയോഗിതാമേം ബാഹർ ഹോ ഗയെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.